ഹായ് ഫ്രണ്ട്സ്, മൊസൈക്ക് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാലത്ത് കേരളത്തിൻ്റെ സാമൂഹിക, വാണിജ്യ, സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചിരുന്ന ഒന്നാണ് നമ്മുടെ ജലഗതാഗതം. എന്നാൽ ചുരുക്കം ചില സ്ഥലങ്ങളിലെ ഗതാഗത മാർഗങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഒരിക്കൽ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ സാമൂഹ്യ സമ്പദ് വ്യവസ്ഥകളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചിരുന്ന പല പ്രധാന ജലപാതകളും ഇന്ന് വിസ്മൃതിയിലായിരിക്കുന്നു. കയ്യേറ്റങ്ങളും മാലിന്യ നിക്ഷേപവുമൊക്കെ നമ്മുടെ ജലസ്രോതസ്സുകളെയും ജലപാതകളെയും തകർക്കുമ്പോൾ ഇവയുടെ പ്രതാപം വീണ്ടെടുക്കുവാനുള്ള സർക്കാർ പദ്ധതികളൊന്നും ഉദ്ദേശിച്ച ഫലം കാണുന്നുമില്ല. നദികളും തോടുകളും ധാരാളമുള്ള കേരളത്തിൽ ജലഗതാഗതവും അതുവഴിയുള്ള വിനോദസഞ്ചാര സാധ്യതകളും അനന്തമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിൻ്റെ ഭൂപ്രകൃതി നോക്കിയാൽ റോഡ് വികസനം പോലെ തന്നെ ശാസ്ത്രീയമായി പരിഗണിക്കേണ്ട ഒന്നാണ് ജലഗതാഗതവും. അപ്പർ കുട്ടനാട് ഉൾപ്പെട്ട തിരുവിതാംകൂറിൻ്റെ, പ്രത്യേകിച്ച് തിരുവല്ലയുടെ ജലഗതാഗത ചരിത്രത്തിൻ്റെ ഗതകാല പ്രൗഢിയുടെ പ്രതീകമാണ് ചന്തത്തോട്. ഏതാണ്ട് 1950കളുടെ അവസാനം വരെ തിരുവല്ല പട്ടണത്തെയും അവിടുത്തെ രാമപുരം മാർക്കറ്റിനെയും ആലപ്പുഴ, കോട്ടയം, കൊല്ലം എന്നിവിടങ്ങളിലെ വാണിജ്യ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിച്ചിരുന്ന ജലഗതാഗത മാർഗമായിരുന്നു ചന്തത്തോട്. കെട്ടുവള്ളങ്ങളിലും കേവ് വള്ളങ്ങളിലുമൊക്കെ നെല്ലും കൊപ്രയും മത്സ്യവും മലഞ്ചരക്കുകളും സുഗന്ധ വ്യഞ്ജനങ്ങളുമൊക്കെ കയറ്റിക്കൊണ്ടുപോകുന്ന കാഴ്ച ഇന്നും ഓർക്കുന്ന ചിലരെങ്കിലുമുണ്ട് ഇന്നും തിരുവല്ലയിൽ. രാമപുരം മാർക്കറ്റിനെ ആലപ്പുഴയും കുട്ടനാടും കൊച്ചിയും കൊല്ലവുമായും ഒക്കെ ബന്ധിപ്പിച്ചിരുന്ന ജലമാർഗമായിരുന്നു ഒരു കാലത്ത് ചന്തത്തോട്. പിൽക്കാലത്ത് ആധുനിക ഗതാഗത സൗകര്യങ്ങൾ ഏറിയപ്പോൾ റോഡുകളും പാലങ്ങളും റെയിൽ ഗതാഗതവും ഒക്കെ വന്നപ്പോൾ പല ജലഗതാഗത പാതകളും അടഞ്ഞുപോയി. അനധികൃത കയ്യേറ്റങ്ങളും അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും കൊണ്ട് നീരൊഴുക്ക് നിലച്ചപ്പോൾ ചന്തത്തോടും മാലിന്യം നിറഞ്ഞ വെള്ളക്കെട്ടുകളായി മാറി. പായലും പോളയും നിറഞ്ഞ തോട് നശിക്കാൻ തുടങ്ങി. നഷ്ടങ്ങളുടെ മാത്രം കഥ പറയുന്ന ചന്തത്തോടിനെ പുനരുദ്ധരിച്ച് വിനോദസഞ്ചാരത്തിന് പാകപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ 2001 ചന്തത്തോട്ടിൽ സജ്ജീകരിച്ച വാട്ടർ പാർക്കിൻ്റെ പ്രവർത്തനം നിലച്ചിട്ടും 2 പതിറ്റാണ്ടിലേറെയായി. ഏതാണ്ട് 70 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ച ചന്തത്തോട് വാട്ടർ പാർക്ക് പ്രവർത്തനം തുടങ്ങി 2 മാസം കൊണ്ട് തന്നെ അടച്ചിടേണ്ടതായി വന്നു. പായലും പോളയുമൊക്കെ മാറ്റി വൃത്തിയാക്കിയ തോട്ടിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി പെഡൽ ബോട്ടുകൾ ഇറക്കി. വിശാലമായ വിശ്രമ മന്ദിരവും അതിനോട് ചേർന്ന് വൃത്തിയുള്ള ടോയ്ലറ്റ്സ്, കഫറ്റേറിയ, ടിക്കറ്റ് കൗണ്ടർ, തോടിനിരുവശവും പ്രഭാത സായാഹ്ന സവാരിക്കായി വാക്ക് വേകൾ ഇതൊക്കെ ഒരുക്കിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത ചന്തത്തോട് വാട്ടർ പാർക്ക് ഈ പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയ്ക്കൊരു മുതൽക്കൂട്ടാകുമായിരുന്നു എന്നതിന് സംശയമില്ല. നഗരത്തിലെ പല പ്രധാന ഡ്രെയിനേജുകളും ഒഴുകിയെത്തിയിരുന്നത് ചന്തത്തോട്ടിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പെഡൽ ബോട്ടിൽ കയറുന്ന കുട്ടികൾക്കും മറ്റും ത്വക്ക് രോഗങ്ങൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് 20 വർഷം മുൻപ് താൽക്കാലികമായി വാട്ടർ പാർക്ക് അടയ്ക്കുന്നത്. ഡ്രെയിനേജ് സംവിധാനം പുനഃക്രമീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസം ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ ഭാവി തുലാസിലാക്കിയെന്ന് പറയേണ്ടതില്ലല്ലോ. അവഗണനയുടെ കഥ പറയുന്ന ചന്തത്തോട് വാട്ടർ പാർക്ക് ഇന്ന് പലവിധ അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി മാറിയിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ പക്ഷം. ആർട്ടിസ്റ്റും മുതിർന്ന പത്രപ്രവർത്തകനുമായ ശ്രീ CK വിശ്വനാഥൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം കലാകാരന്മാർ ചന്തത്തോട് പാർക്കിൻ്റെ വിഷ്വൽ ഇമേജസ് വരച്ചു കാട്ടുന്നൊരു പ്രദർശനം തന്നെ നടത്തിയിട്ടുണ്ട് തിരുവല്ലയിൽ. ശ്രീ വിശ്വനാഥൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഇത് കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് ഇതേ അവസ്ഥയിലാണ് ഇത് കാണുന്നത്. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ, ഒരു തരത്തിലുള്ള ആർക്കും പ്രയോജനപ്പെടാതെ ഇതിങ്ങനെ ഈ അവസ്ഥയിൽ, ഏറ്റവും മോശമായ അവസ്ഥയിൽ ഇത് തുടരുകയാണ്. ഈ തിരുവല്ലയിലെ ഹൃദയഭാഗത്താണ്, ഈ നഗരത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ തൊട്ടടുത്താണ് തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനം. ഇത്രയും ചുറ്റുപാടുകൾ ഇതിനടുത്തുണ്ടായിട്ട് പോലും ഇത് ആരുടെയും കണ്ണിൽ ഇതുപോലെ മോശമായൊരവസ്ഥയിൽ ഈ ചന്തക്കടവ് ഇങ്ങനെ നിൽക്കുന്നതിനെക്കുറിച്ച് ഇന്നേ വരെ ആരും ഒരു മാനസികമായി പോലും ഒരു വ്യസനം ആർക്കും തോന്നുന്നില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ദുഃഖം. ഇത് DTPC ഏറ്റെടുത്ത് ഇതുപോലെ നല്ലൊരു ബിൽഡിംഗ് ഇവിടെ പണിഞ്ഞു, എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കി. പക്ഷെ അത് പിന്നീട് പ്രവർത്തന യോഗ്യമല്ലാതായി. ഇത്
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും ശക്തമായൊരു ബിൽഡിംഗ് ഇവിടെ ഉണ്ട്, ചുറ്റുപാടുകൾ ഇവിടെ ഉണ്ട്. ഈ പ്രകൃതി ചുറ്റുപാടുകൾ തന്നെ പ്രകൃതി സൗന്ദര്യമുള്ളതാണ്. ഏതാണ്ട് ഈ ചന്തക്കടവ് എന്ന് പറയുമ്പോൾ ഇവിടെ വലിയൊരു, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതൊരു വലിയ മാർക്കറ്റ് സെൻ്ററായി. ചരിത്രം നോക്കിയാൽ ഏതാണ്ട് 16-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഈ തൊട്ടടുത്ത് കാവുംഭാഗം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ മാർക്കറ്റ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റിൽ വിദേശ വസ്തുക്കൾ വരെയാണ് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ വൈദേശികർ ഇവിടെ വന്ന് അവരുടെ കച്ചവടങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവല്ലയെക്കുറിച്ചുള്ള ചരിത്രത്തിൽ സാധാരണഗതിയിൽ തിരുവല്ലയിലെ ജനത്തിന് വൈകിട്ട് ഒരു നിമിഷം ചെലവഴിക്കാനുള്ള ഒരു ഏരിയ പോലും ഇല്ല എന്നുള്ളതാണ്, ഒരു പ്രദേശവുമില്ല. അപ്പോൾ അതെങ്കിലും ഈ തരത്തിൽ ഈ പ്രദേശം അത്രയും ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടും. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇത് ഓൾറെഡി ഇതിൻ്റെ പ്രകൃതിദത്തമായി ഇതിനുള്ളൊരു സംവിധാനം ഉണ്ട് ഇവിടെ. പിന്നെ DTPC ഇവിടെ ഒരു കെട്ടിടം പണിഞ്ഞ് അതിങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ ആർട്ടിസ്റ്റുകൾ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇതിനൊരു വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി DTPC കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഞങ്ങൾ ചിത്രകാരന്മാരുടെ ഒരു ഗ്രൂപ്പ് ഈ ചന്ത ഭാഗത്ത് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിരുന്നു. ചതുരാത്മ എന്ന പേരിലാണ് ആ ചിത്രകലാ ഗ്രൂപ്പ് ഉണ്ടായത്. ഏതാണ്ട് 10-40ഓളം ചിത്രകാരന്മാർ ആ ഗ്രൂപ്പിലുണ്ട്. പ്രശസ്ത ചിത്രകാരനായ CK രാ ഇതിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ആ CK രായുടെ നാമധേയത്തിലാണ് ഞങ്ങൾ ചിത്രകാരന്മാർ, പുതിയ തലമുറയിലെ ചിത്രകാരന്മാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടുകയും ഈ ചന്തക്കടവിന് തൊട്ടടുത്താണ് CK രാ ആർട്ട് ഗാലറി ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ ഗാലറിയുടെ ആഭിമുഖ്യത്തിൽ ഏതാണ്ട് ഒരു 50ഓളം ചിത്രകാരന്മാർ ഇവിടെ വന്ന് ഇതിനെ വിഷ്വലൈസ് ചെയ്യുകയുണ്ടായി. അതായത് ക്യാൻവാസ് ഉപയോഗിച്ച് ഇത് റിനോവേറ്റ് ചെയ്താൽ, ഇതിനെ ഒരു സൗന്ദര്യവൽക്കരണം നടത്തിയാൽ, മോഡിഫിക്കേഷൻ വരുത്തിയാൽ ഏതൊക്കെ തരത്തിൽ അതിനെ ഭംഗി ആക്കാം എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചിത്രകാരന്മാർ ഇത് മുഴുവൻ ഓരോ പോർഷനും ചിത്രീകരിക്കുകയുണ്ടായി. അത് അന്നത്തെ നിലയിൽ ഇത് അധികാരികളെ അറിയിക്കുകയും അവരുടെ എല്ലാം പങ്കാളിത്തം ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ആ ചിത്രങ്ങളും ഇന്നില്ല, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇന്നില്ല. അതൊക്കെ അന്നത്തോടു കൂടി തന്നെ അവസാനിച്ചു. കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതിൻ്റെ തടസ്സം എവിടെയാണെന്നുള്ളത് അറിയുക എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാന ഘടകം. എല്ലാ വർഷവും ഇവിടെ പ്രകൃതി സ്നേഹികൾ വന്ന് കൂടി പ്രസംഗിച്ചിട്ട് പോകുന്നുണ്ട് ഇവിടെ. പക്ഷേ ഇതിനൊരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളത്, ഇപ്പോഴും ഈ പറയുന്ന സന്ദർഭത്തിൽ പോലും ഇതിനൊരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായൊരവസ്ഥയാണ്. നാട്ടുകാരനായ സിനിമാ നിർമ്മാതാവും ഫോട്ടോഗ്രാഫറുമായ ശ്രീ ബോബി അവഗാമയ്ക്ക് പറയാനുള്ളതും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ചന്തക്കടവിനെ പറ്റി പറയുമ്പോൾ ശരിക്കും എൻ്റെ കുറച്ച് ചെറുപ്പകാല ഓർമ്മകളാണ് മനസ്സിൽ വരുന്നത്. അതായത് ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ അമ്മ എന്നെ രാവിലെ 5 മണിക്ക് പഠിക്കാൻ വിളിക്കുമായിരുന്നു. അപ്പോൾ റോഡിലൂടെ കാളവണ്ടികൾ വളരെ വേഗത്തിൽ മണി കിലുക്കിക്കൊണ്ട് ഓടുന്നത് കണ്ട് ഇതെവിടെ കാണുന്ന അറിയാനുള്ള ഒരു ആകാംക്ഷ എന്നെ കൊണ്ടെത്തിച്ചത് ചന്തക്കടവിലാണ്. അവിടുത്തെ കാഴ്ചകൾ ശരിക്കും എനിക്കൊരു അത്ഭുതമായി തന്നെ തോന്നി. കാരണം വലിയ ചരക്കുവള്ളങ്ങളിൽ സാധനങ്ങൾ വന്നിറങ്ങുന്നു, അത് കാളവണ്ടിയിലേക്കും ഉന്തുവണ്ടിയിലേക്കും മറ്റും മാറ്റി പായുന്ന ശബ്ദമാണ് വെളുപ്പിനെ ഞാൻ കേട്ടിരുന്നത്. പിന്നീട് ലോറിയുടെയും പിക്കപ്പിൻ്റെയും ഒക്കെ സമയമായപ്പോൾ ചരക്കുവള്ളങ്ങളുടെ വരവ് നിലച്ചു. ചന്തക്കടവ് പായൽ മൂടി മാലിന്യം തള്ളുന്ന ഒരു കടവായി മാറി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് ചന്തക്കടവ് കുട്ടവഞ്ചിയും ചെറിയ ബോട്ടുകളുമൊക്കെയുള്ള ഒരു വിനോദസഞ്ചാര മേഖലയായിട്ടാണ്. മുമ്പോട്ട് പോകാനുള്ള തടസ്സങ്ങളായിരിക്കാം ഒരുപക്ഷെ ചന്തക്കടവിനെ വീണ്ടും ഇപ്പോഴത്തെ മാലിന്യാവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ചുമതലപ്പെട്ടവർ ദയവായി ഇടപെട്ട് എത്രയും വേഗം ചന്തക്കടവിനെ മാലിന്യ വിമുക്തമാക്കി ഒരു വിനോദസഞ്ചാര മേഖലയായി ഡെവലപ്പ് ചെയ്ത് വരത്തക്ക വിധത്തിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവരെ സഹായിക്കുമെന്ന് വിശ്വസിക്കട്ടെ. ഈ അടുത്ത സമയത്തും പിന്നെ പ്രകൃതി ദിനത്തോട് അനുബന്ധിച്ച് കുട്ടികളും അധ്യാപകരും അങ്ങനെ വലിയൊരു സമൂഹം അവിടെ ഇങ്ങനെ വന്ന് ചന്തക്കടവിൻ്റെ അവസ്ഥയെപ്പറ്റി ഒക്കെ അന്യോന്യം ചർച്ച ചെയ്യുകയും ചുമതലപ്പെട്ടവരെ അപ്രോച്ച് ചെയ്ത് എത്രയും വേഗം ചന്തക്കടവിനെ മാലിന്യ വിമുക്തമാക്കി പഴയ രീതിയിലേക്ക് എത്തിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെ നടന്നു. ഞാനും പോയിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട്.
ഈ പറഞ്ഞ പോലെയുള്ള ഈ പഴയകാല ഓർമ്മകൾ അന്നും അയവിറക്കാനായിട്ട് സാധിച്ചു. എല്ലാവരെയും ഒരുമിച്ച് കൂടി എത്രയും വേഗം അവിടെ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ ഒരു സമയത്ത് അവിടെ പോയി ഞാൻ കുളിക്കുക വരെ ചെയ്യുമായിരുന്നു. വീണ്ടും ആ വെള്ളം അതുപോലെ നമുക്ക് ഇറങ്ങി ഒന്നുമില്ലെങ്കിൽ ഒന്ന് മുഖം കഴുകി പോരാനെങ്കിലും ഉള്ള അവസ്ഥയിലേക്ക് എത്തിക്കും എന്ന് വിശ്വസിക്കട്ടെ. ഏറെക്കാലം തിരുവല്ല നഗരസഭ അധ്യക്ഷനായിരുന്ന ശ്രീ ആർ ജയകുമാർ ഈ ചന്തത്തോട് DTPCയുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ രീതിയിൽ ഒരു കെട്ടിടം പണിതിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. തുടർ പ്രവർത്തനങ്ങൾക്ക് സാധിക്കാത്ത രീതിയിൽ ഏകദേശം നാശോഭവമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ചന്തത്തോടിൽ മൊത്തം പോള കറഞ്ഞ് അത് വെള്ളം മലിനമായ രീതിയിലാണ്. ഇത് DTPCയും നഗരസഭയും ചേർന്നുകൊണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ തുറന്ന് പ്രവർത്തിച്ചാൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വൈകിട്ട് സമയം ചെലവഴിക്കുന്നതിനും ഒരു വാട്ടർ ടൂറിസമാക്കി മാറ്റുന്നതിനും ഇവിടെ നിന്ന് ഈ തോട് വഴി നല്ല ഒരു ഉല്ലാസ യാത്ര അങ്ങ് ചങ്ങനാശ്ശേരി വരെ ആലപ്പുഴ വരെ പോകാൻ പറ്റുന്ന രീതിയിലാണ്. പഴയ കാലത്ത് നമുക്കറിയാം ജലമാർഗമായിരുന്നു പലരുടെയും യാത്രകൾ, ചരക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നത്. അതേപോലെ തന്നെ ചന്തയിലേക്ക് ചരക്കുകൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും യഥേഷ്ടം ഇതുവഴി വന്നിരുന്ന ഈ തോട് വഴിയാണ്. അപ്പോൾ ഇവിടെ വലിയൊരു പാർക്ക് പണിതിട്ടിട്ട്, ഇത്രയും വലിയൊരു കെട്ടിടം പണിതിട്ടിട്ട് നിലവിൽ നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ജില്ലാ കളക്ടർ അടക്കം ഇതിൻ്റെ ഉത്തരവാദിത്വമുള്ള DTPCയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളടക്കമുള്ളവർ ഇത് ഒരു പുതിയ തലമുറയ്ക്ക് ഉതകുന്ന രീതിയിൽ തുറന്നു കൊടുക്കുവാൻ വേണ്ട മേൽനടപടികൾ സ്വീകരിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് തിരുവല്ലക്കാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രദേശമാണ്. മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം ശ്രീപല്ലവ ക്ഷേത്രത്തിനോടടുത്ത് ഇതേപോലെ ഒരു സ്ഥലം ഉപയോഗശൂന്യമായി കിടക്കുന്നു. ഇത്രയും കോടികൾ ചിലവഴിക്കപ്പെട്ട ഈ കെട്ടിടം നാശത്തിൻ്റെ മുഖത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഒരു പൂർണ്ണമായ അഭിപ്രായം. പുതിയ ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ ചെയർമാനായ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ചന്തത്തോട് പാർക്കിൻ്റെ പുനരുദ്ധാരണവും തോടിൻ്റെ പുനരുജ്ജീവനവും ലക്ഷ്യമിട്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി വരുന്നുവെന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിയുന്നത്. ചന്തത്തോടിൻ്റെ പുനരുജ്ജീവനവും വാട്ടർ പാർക്കിൻ്റെ പുനരുദ്ധാരണവും തിരുവല്ലയുടെയും അപ്പർ കുട്ടനാടിൻ്റെയും വിനോദസഞ്ചാര ചിത്രം തന്നെ മാറ്റിമറിക്കുമെന്നതിന് സംശയമില്ല. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളെയും നമുക്ക് സർവാത്മന പിന്തുണയ്ക്കാം. മൊസൈക്ക് ഇന്ത്യയുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മൊസൈക്ക് ഇന്ത്യയുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. സ്നേഹത്തോടെ രാധാകൃഷ്ണൻ കുറ്റൂർ.